ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു സ്ഥലം സങ്കല്പിക്കുക. ഈ സ്ഥലം വെറുമൊരു ഭൗതിക ലൊക്കേഷനല്ല, അതൊരു മാനസിക അവസ്ഥയാണ്. സ്റ്റോയിസിസത്തിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന ഏകാന്തതയുടെ ശക്തിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സ്റ്റോയിസിസത്തിന്റെ പുരാതന തത്വചിന്തയുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തനിച്ചായിരിക്കാനുള്ള ശക്തി, ഏകാന്തത ഭയപ്പെടേണ്ട ഒന്നല്ല. വ്യക്തിപരമായ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കുമുള്ള ഒരു ശക്തമായ ആയുധമായി ഏകാന്തത മാറുന്നത് എങ്ങനെയാണ് നമുക്ക് പര്യവേഷണം ചെയ്യാം. BC 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സിറ്റിയത്തിലെ സെനോ സ്ഥാപിച്ച തത്വചിന്തയായ സ്റ്റോയിസിസം വിനാശകരമായ വികാരങ്ങളെ മറികടക്കാനുള്ള ഒരു മാർഗമായി ആത്മനിയന്ത്രണവും ധൈര്യവും വികസിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. യുക്തിസഹവും ധർമ്മവും ജ്ഞാനവും ഊന്നിപ്പറയുന്ന ഒരു ജീവിത രീതിയാണിത്. നമുക്ക് ബാഹ്യസംഭവങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് സ്റ്റോയിക്സ് വിശ്വസിക്കുന്നു. എന്നാൽ അവയോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാകും. ഈ ചിന്താഗതി അവിശ്വസനീയമാം വിധം ശാക്തീകരിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു, പ്രത്യേകിച്ചും തനിച്ചായിരിക്കുക എന്ന ആശയത്തിൽ പ്രയോഗിക്കുമ്പോൾ. സ്റ്റോയിസിസത്തിൽ ഏകാന്തതയുടെ പ്രാധാന്യം എന്താണ് നമുക്ക് നോക്കാം. ഏകാന്തത എന്നത് ഒറ്റപ്പെടലോ ഏകാന്തതയോ അല്ല, നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും ശക്തിയും കണ്ടെത്തുന്നതിനാണ് ഇത്. സ്റ്റോയിസിനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത സ്വയം പ്രതിഫലിപ്പിക്കുന്നതിനും സ്വയം മെച്ചപ്പെടുത്തുന്നതിനും ആന്തരിക സമാധാനത്തിനുമുള്ള ഒരു സമയമായിരുന്നു. ഏറ്റവും പ്രശസ്തനായ സ്റ്റോയിക് തത്വചിന്തകരിൽ ഒരാളായ മാർക്കസ് ഔറിയേലിയസ് ഏകാന്തതയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് പലപ്പോഴും എഴുതിയിട്ടുണ്ട്. തന്റെ ധ്യാനങ്ങളിൽ സ്വസ്ഥതയും വ്യക്തതയും കണ്ടെത്തുന്നതിന് സ്വയം പിൻവാങ്ങേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഏകാന്തതയിലൂടെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആത്യന്തികമായി നമ്മുടെ ഉദ്ദേശവും നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ ഏകാന്തത എന്നതുകൊണ്ട് ദോഷങ്ങൾ മാത്രമാണുള്ളത് എന്ന് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് തനിച്ചായിരിക്കുന്നതിന്റെ പ്രയോജനങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തനിച്ചായിരിക്കുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. തനിച്ചായിരിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഏകാന്തത ഒരിക്കലും മോശപ്പെട്ടതല്ല. തനിച്ചായിരിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട്. റീചാർജ് ചെയ്യാനും പ്രതിഫലിപ്പിക്കാനും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നേടാനും ഇത് നമ്മെ അനുവദിക്കുന്നു. സ്റ്റോയിക് വീക്ഷണകോണിൽ നിന്നുള്ള ചില പ്രധാന നേട്ടങ്ങൾ ഇതാ. സ്വയം പ്രതിഫലനവും വ്യക്തതയും. അതായത് ഏകാന്തത നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ഇടം നൽകുന്നു. ഇത് കൂടുതൽ സ്വയം അവബോധത്തിലേക്കും വ്യക്തതയിലേക്കും നയിക്കുന്നു. മറ്റൊന്ന് വൈകാരിക പ്രതിരോധമാണ്. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നതിലൂടെ നമ്മുടെ വികാരങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാനും പ്രതിരോധ ശേഷിയും ആന്തരിക ശക്തിയും വളർത്തിയെടുക്കാനും നമ്മൾ പഠിക്കുന്നു. ശ്രദ്ധയും ഉൽപാദനക്ഷമതയും. മറ്റുള്ളവരുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലും ചുമതലകളിലും കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അപ്പോൾ മനസ്സിലാക്കുക, തനിച്ചായിരിക്കുക എന്നത് സ്വയം കണ്ടെത്തുന്നതിനും പ്രതിഫലിപ്പിക്കുന്നതിനുമുള്ള ഒരു സവിശേഷ അവസരം നൽകുന്നുണ്ട്. ബാഹ്യസ്വാധീനങ്ങളുടെ ശല്യമില്ലാതെ നിങ്ങളുടെ യഥാർത്ഥ ചിന്തകൾ, ആഗ്രഹങ്ങൾ, പ്രചോദനങ്ങൾ എന്നിവ പര്യവേഷണം ചെയ്യാൻ കഴിയും. ഈ ഏകാന്തത നിങ്ങളെ സ്വയം നന്നായി മനസ്സിലാക്കാൻ അനുവദിക്കുന്നു. ഇത് വ്യക്തിഗത വളർച്ചയിലേക്കും വ്യക്തമായ ലക്ഷ്യബോധത്തിലേക്കും നയിക്കുന്നു. ഏകാന്തത പലപ്പോഴും മാനസിക വ്യക്തതയിലേക്ക് നയിക്കുന്നുണ്ട്. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സ്വതന്ത്രമായി അലഞ്ഞു തിരിയാനുള്ള ഇടമുണ്ട്. അതുവഴി നിങ്ങൾ സർഗാത്മകതയും നൂതനമായ ചിന്തയും വളർത്തിയെടുക്കുന്നു. പല മികച്ച ചിന്തകരും കലാകാരന്മാരും എഴുത്തുകാരും ഏകാന്തതയിൽ പ്രചോദനം കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ആശയങ്ങൾ വളർത്തിയെടുക്കാനും അവരുടെ മികച്ച സൃഷ്ടികൾ നിർമ്മിക്കാനുമുള്ള സമയമായി അത് ഉപയോഗിക്കുന്നു. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് വൈകാരിക പ്രതിരോധവും സ്വാതന്ത്ര്യവും വളർത്തിയെടുക്കും. വൈകാരിക പിന്തുണയ്ക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിനും സ്വയം ആശ്രയിക്കാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ സ്വസ്രായത്വം കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കും ജീവിത വെല്ലുവിളികളെ സമചിത്തതയോടെയും കരുത്തോടെയും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവിലേക്ക് നയിക്കും. വിരോധാഭാസമെന്ന് പറയട്ടെ, ഏകാന്തതയ്ക്ക് മറ്റുള്ളവരുമായി നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയും. തനിച്ചായിരിക്കാനും സ്വയം മനസ്സിലാക്കാനും സമയമെടുക്കുന്നതിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹാനുഭൂതി കാണിക്കാനും നിങ്ങൾ കൂടുതൽ പ്രാപ്തരാകും. നിങ്ങൾ ആളുകളുമായി ഇടപഴകുമ്പോൾ ഈ സ്വയം അവബോധം ആഴമേറിയതും കൂടുതൽ അർത്ഥവത്തായതുമായ ബന്ധങ്ങളിലേക്ക് നയിക്കും. ഏകാന്തത എന്നത് ഈ നിമിഷത്തിൽ സന്നിഹിതനായിരിക്കുന്നതിനും മനസ്സിരുത്തുന്നതിനുമുള്ള ഒരു കവാടമാണ്. സാമൂഹിക ഇടപെടലുകളുടെ നിരന്തരമായ ശബ്ദമില്ലാതെ നിങ്ങൾക്ക് ഇവിടെയും ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദൈനംദിന ജീവിതത്തിലെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുക. ഈ ഏകാന്തത എന്ന സാന്നിധ്യം സമാധാനവും സംതൃപ്തിയും കൊണ്ടുവരും. വിശ്വസിക്കുക, പലർക്കും ഏകാന്തത ആത്മീയ വളർച്ചയുടെ പാതയാണ്. അത് ധ്യാനത്തിനും അനുവദിക്കുന്നു. ഈ ആത്മീയ പരിവേഷണം ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളിലേക്കും ആന്തരിക സമാധാനത്തിന്റെ ബോധത്തിലേക്കും നയിക്കും. ഇത് സാമൂഹിക ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരിടവേള നൽകുന്നു.
നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഈ വിശ്രമം നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കും. ഏകാന്തതയുടെ പ്രാധാന്യവും നേട്ടങ്ങളും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള ചില പ്രായോഗിക വഴികൾ നോക്കാം. പ്രധാനമായും ഏകാന്തതയ്ക്കായി സമയം നീക്കിവെക്കുക. എല്ലാ ദിവസവും രാവിലെ കുറച്ച് മിനിറ്റ് ധ്യാനമോ വൈകുന്നേരം ഒറ്റ നടത്തമോ ആകട്ടെ, ഏകാന്ത സമയം ക്രമമായി ക്രമീകരിക്കുക. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. നിങ്ങളുടെ തനിച്ചുള്ള സമയങ്ങളിൽ സന്നിഹിതനായിരിക്കാനും അടിസ്ഥാനപരമായി നിലകൊള്ളാനും ധ്യാനമല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസനം പോലുള്ള ശ്രദ്ധാപൂർവമായ പരിശീലനങ്ങളിൽ ഏർപ്പെടുക. പ്രതിഫലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ജേണലിംഗ്, വായന അല്ലെങ്കിൽ സ്വർഗാത്മ ഹോബികൾ പോലെയുള്ള സ്വയം പ്രതിഫലനം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി നിങ്ങളുടെ ഏകാന്തത ഉപയോഗിക്കുക. സാങ്കേതിക വിദ്യയിൽ നിന്ന് വിച്ഛേദിക്കുക. നിങ്ങളുടെ ശ്രദ്ധാശൈഥില്യങ്ങൾ ഒഴിവാക്കാനും നിങ്ങളുടെ ആന്തരികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ചെയ്യുക. ഇവയെല്ലാം നമ്മൾ കണ്ടെത്തണമെങ്കിൽ തനിച്ചായിരിക്കാനുള്ള ഭയത്തെ മറികടക്കണം. തനിച്ചായിരിക്കുന്നതിൽ അസ്വസ്ഥത തോന്നുന്നത് സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് നിരന്തരമായ കണക്ടിവിറ്റിയെ വിലമതിക്കുന്ന ഒരു ലോകത്ത്. എന്നിരുന്നാലും ഏകാന്തതയെ ആശ്ലേഷിക്കുന്നത് നമ്മുടെ വീക്ഷണം മാറ്റുന്നതിനും നമ്മിൽ തന്നെ ആശ്വാസം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ഒറ്റയ്ക്കായിരിക്കാനുള്ള ഭയം മറികടക്കാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങൾ ഇതാ. ക്രമാനുഗതമായ എക്സ്പോഷർ. ഒറ്റയ്ക്ക് കുറഞ്ഞ സമയങ്ങളിൽ ആരംഭിക്കുക. നിങ്ങൾ കൂടുതൽ സുഖകരമാകുമ്പോൾ ക്രമേണ ദൈർഘ്യം വർദ്ധിപ്പിക്കുക. പോസിറ്റീവ് റീഫ്രെയിമിംഗ്. ഏകാന്തതയെ ഭയപ്പെടേണ്ട ഒന്നിനേക്കാൾ വളർച്ചയ്ക്കുള്ള അവസരമായി കാണുക. ആവശ്യമുള്ളപ്പോൾ പിന്തുണ തേടുക. ഏകാന്തത തേടുക എന്നതിനർത്ഥം സ്വയം പൂർണ്ണമായി ഒറ്റപ്പെടുക എന്നല്ലെന്ന് ഓർക്കുക. നിങ്ങൾക്ക് പ്രോത്സാഹനം ആവശ്യമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെയോ പിന്തുണ ഗ്രൂപ്പിനെയോ സമീപിക്കുക. ഏകാന്തത വ്യക്തിപരമായ വളർച്ചയ്ക്കും വൈകാരികമായ പ്രതിരോധത്തിനും ആന്തരിക സമാധാനത്തിനുമുള്ള ശക്തമായ ഉപകരണമാണ്. നമ്മുടെ ഉള്ളിൽ ശക്തി കണ്ടെത്തുന്നതിലൂടെ കൂടുതൽ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി നമുക്ക് ജീവിത വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യാൻ കഴിയും. സ്റ്റോയിസിസത്തിന്റെ ലെൻസിലൂടെ ഏകാഗ്രനാകാനുള്ള ശക്തിയിലേക്കുള്ള ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് പ്രയോജനം ലഭിച്ചേക്കാവുന്ന മറ്റുള്ളവരുമായി ഇത് പങ്കിടുക. അർത്ഥപൂർണവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുള്ള കൂടുതൽ ഉൾക്കാഴ്ചയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, ഏകാന്തതയിലേക്കുള്ള ഒരൊറ്റ ചുവടുവെപ്പിൽ നിന്നാണ് ആന്തരിക സമാധാനത്തിലേക്കുള്ള പാത ആരംഭിക്കുന്നത്. അടുത്ത തവണ വരെ ശ്രദ്ധയോടെ തുടരുക. തനിച്ചായിരിക്കാനുള്ള ശക്തി സ്വീകരിക്കുക.